നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, അൾട്ടിമേറ്റ് വിന്നറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പരീക്ഷകളിൽ PSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചില ചോദ്യങ്ങളും അവയുടെ എക്സ്പ്ലനേഷനുമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക, വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം. ആദ്യകാലത്ത് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. അപ്പോൾ ആദ്യകാലത്ത് എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി. നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതം. എന്നാണ് നിലവിൽ വന്നത്? 1950. 1950 പെരിയാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. 1978 കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രമായി പെരിയാർ വന്യജീവി സങ്കേതം മാറി. അപ്പോൾ എന്നാണ്? 1978. PSC പലതവണ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. എന്നാണ് പെരിയാർ വന്യജീവി സങ്കേതം കടുവ സംരക്ഷണ കേന്ദ്രമായി മാറിയെന്നുള്ളത്? 1978. തേക്കടി വന്യജീവി സങ്കേതമെന്നും പെരിയാർ വന്യജീവി സങ്കേതം അറിയപ്പെടുന്നു. അപ്പോൾ തേക്കടി വന്യജീവി സങ്കേതമെന്നും അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതം. കർണാടകയിലെ ബന്ദിപ്പൂർ കടുവ സംരക്ഷണ കേന്ദ്രം, തമിഴ്നാട്ടിലെ മുതുമലൈ വന്യജീവി സങ്കേതം എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം. അപ്പോൾ കർണാടകയിലെ ബന്ദിപ്പൂർ കടുവ സംരക്ഷണ കേന്ദ്രം, തമിഴ്നാട്ടിലെ മുതുമലൈ വന്യജീവി സങ്കേതം എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം. വയനാട് വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമേതാണ്? ആനയാണ്. വയനാട് വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് ആന. ആനയാണ്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണ് എറണാകുളത്തെ തട്ടേക്കാട്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏതാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതം. തട്ടേക്കാട് പക്ഷി സങ്കേതമാണ് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം. തട്ടേക്കാട് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? എറണാകുളം. എറണാകുളം ജില്ലയിലാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം നിലകൊള്ളുന്നത്. മയിലുകളുടെ സംരക്ഷണത്തിനുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ചൂളന്നൂർ. ചൂളന്നൂർ. അപ്പോൾ മയിലുകളുടെ സംരക്ഷണത്തിനുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? ചൂളന്നൂർ. ചൂളന്നൂർ ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ല. പാലക്കാട് ജില്ലയിലെ ചൂളന്നൂരാണ് മയിലുകളുടെ സംരക്ഷണത്തിനുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏക കന്യാവനമാണ് സൈലൻറ്റ് വാലി. കേരളത്തിലെ ഏക കന്യാവനം ഏതാണ്? സൈലൻറ്റ് വാലി. സൈലൻറ്റ് വാലിയാണ് കേരളത്തിലെ ഏക കന്യാവനം. ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി ജില്ല. ഇടുക്കി ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. മധ്യപ്രദേശാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം. ഏതാണ്? മധ്യപ്രദേശ്. മധ്യപ്രദേശാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ഇന്ത്യയിലെ സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള സംസ്ഥാനം. അപ്പോൾ ഏതാണ്? മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള സംസ്ഥാനം. അടുത്ത ചോദ്യം, റൂർക്കല സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷ. ഒഡീഷയാണ് റൂർക്കല സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. അപ്പോൾ റൂർക്കല എവിടെയാണ്? ഒഡീഷയിലാണ് റൂർക്കല സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷ. റൂർക്കല സ്റ്റീൽ പ്ലാന്റ് ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജർമ്മനിയുടെ സഹായത്തോടെയാണ് റൂർക്കല സ്റ്റീൽ പ്ലാന്റ് നിർമ്മിച്ചത്. അപ്പോൾ ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് റൂർക്കല സ്റ്റീൽ പ്ലാന്റ് നിർമ്മിച്ചത്? ജർമ്മനിയുടെ സഹായത്തോടെയാണ് റൂർക്കല സ്റ്റീൽ പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഇരുമ്പുരുക്ക് നിർമ്മാണത്തിന് പ്രാധാന്യം ലഭിച്ചത് രണ്ടാം പഞ്ചവത്സര
പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അപ്പോൾ ഇരുമ്പുരുക്ക് വ്യവസായത്തിന് പ്രാധാന്യം ലഭിച്ചത് ഏതാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇരുമ്പുരുക്ക് നിർമ്മാണത്തിന് പ്രാധാന്യം ലഭിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ ചെറുകിട ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ് തമിഴ്നാട്ടിലെ പോർട്ടോ നോവയിൽ 1830 സ്ഥാപിതമായത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ചെറുകിട ഇരുമ്പുരുക്ക് നിർമ്മാണശാല എവിടെയാണ്? തമിഴ്നാട്ടിലെ പോർട്ടോ നോവ. അപ്പോൾ തമിഴ്നാട്ടിലെ പോർട്ടോ നോവയിൽ എന്നാണ് സ്ഥാപിതമായത്? 1830. 1830 ഇന്ത്യയിലെ ആദ്യത്തെ ചെറുകിട ഇരുമ്പുരുക്ക് നിർമ്മാണശാല സ്ഥാപിതമായത്. ഭിലായ് ഉരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. എവിടെയാണ് ഭിലായ്? എവിടെയാണ്? ഛത്തീസ്ഗഡ്. ഭിലായ് ഉരുക്ക് നിർമ്മാണശാല ഛത്തീസ്ഗഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. റഷ്യയുടെ സഹായത്തോടെ 1959 ഭിലായ് ഉരുക്ക് നിർമ്മാണശാല നിർമ്മിച്ചത്. അപ്പോൾ റഷ്യയുടെ സഹായത്തോടെ എന്നാണ്? 1959 ഭിലായ് ഉരുക്ക് നിർമ്മാണശാല നിർമ്മിച്ചത്. വിജയനഗര സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കർണാടക. വിജയനഗര സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കർണാടകയിലാണ് വിജയനഗര സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. സേലം സ്റ്റീൽ പ്ലാന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും, തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലാണ് സേലം സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് എവിടെയാണ്? കർണാടക, ഭദ്രാവതി. ഭദ്രാവതിയിലാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ പൊതുമേഖല ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളെ നിയന്ത്രിക്കുന്നത് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. നിലവിലെ സെയിലിൻ്റെ ചെയർമാൻ അമരേന്ദു പ്രകാശാണ്. അപ്പോൾ ഇന്ത്യയിലെ പൊതുമേഖല ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളെ നിയന്ത്രിക്കുന്നത് ആരാണ്? സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ഇന്ത്യയിലെ പൊതുമേഖല ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ പൊതുമേഖല ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളെ നിയന്ത്രിക്കുന്നത് ആരാണ്? സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. നിലവിലെ സെയിലിൻ്റെ ചെയർമാൻ ആരാണ്? അമരേന്ദു പ്രകാശ്. അമരേന്ദു പ്രകാശാണ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ ചെയർമാൻ. ചണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. ഇന്ത്യയാണ് ചണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. അപ്പോൾ ചണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? അപ്പോൾ ബാർലി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? റഷ്യ. റഷ്യയാണ് ബാർലി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ റഷ്യയാണ് ബാർലി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. അപ്പോൾ ഗോതമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ചൈന. ചൈനയാണ് ഗോതമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. ചോളമോ? ചോളം അമേരിക്ക. അമേരിക്കയാണ് ചോളം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. ബാർലി റഷ്യ, ചോളം അമേരിക്ക, ഗോതമ്പ് ചൈന. റബ്ബർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? തായ്ലൻഡ്. തായ്ലൻഡാണ് റബ്ബർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. അപ്പോൾ തായ്ലൻഡാണ് റബ്ബർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. കാപ്പി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? PSC പല തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ്. കാപ്പി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ബ്രസീലാണ്. ബ്രസീലാണ് കാപ്പി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. അപ്പോൾ കാപ്പി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ബ്രസീൽ. ബ്രസീലാണ് കാപ്പി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ചണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ് ചണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. ബാർലി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? റഷ്യ. റഷ്യയാണ് ബാർലി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. ചോളം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് അമേരിക്കയാണ്. ഗോതമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയാണ്. റബ്ബർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് തായ്ലൻഡാണ്. കാപ്പി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ബ്രസീലാണ്. ബ്രസീൽ. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ സ്ഥലം ഏതാണ്? കഞ്ചിക്കോട്. കഞ്ചിക്കോടാണ് കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ സ്ഥലം. അപ്പോൾ തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പദ്ധതി സ്ഥാപിതമായത് എവിടെയാണ്? വിഴിഞ്ഞം. വിഴിഞ്ഞത്താണ് തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യത്തെ പദ്ധതി സ്ഥാപിതമായത് എവിടെയാണ്? വിഴിഞ്ഞം. തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്താണ് തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പദ്ധതി സ്ഥാപിതമായത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ജലവൈദ്യുത പദ്ധതികളിലൂടെയാണ്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് വഴിയാണ്? ജലവൈദ്യുത പദ്ധതി വഴിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്.
ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത്. PSC മുൻപ് ചോദിച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ളത്. അതിൽ ഏത് പുഴയിലാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ളത്? പെരിയാറിലാണ്. ഇടുക്കി ജില്ലയിലെ പെരിയാറിലാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതി ഉള്ളത്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. സ്ഥാപിതമായ വർഷം ഏതാണ്? 1940. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ. പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. സ്ഥാപിതമായത് 1940. മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. പള്ളിവാസൽ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുതിരപ്പുഴ. മുതിരപ്പുഴ പെരിയാറിൻ്റെ പോഷക നദിയാണ്. ഇത് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. മുതിരപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണ്? പെരിയാറിൻ്റെ പോഷക നദിയാണ് മുതിരപ്പുഴ. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ആർച്ച് ഡാമാണ് ഇടുക്കി ഡാം. അപ്പോൾ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ആർച്ച് ഡാം ഏതാണ്? ഇടുക്കി ഡാമാണ്. ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്നത് പെരിയാറ്റിലാണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചെറുതോണിയിലാണ് ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്നത്. മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. കാനഡയുടെ സഹായത്തോടെ നിർമ്മിച്ച ആദ്യത്തെ ഡാമാണ് ഇടുക്കി ഡാം. കാനഡയുടെ സഹായത്തോടെ നിർമ്മിച്ച ഡാമാണ് ഇടുക്കി ഡാം. അപ്പോൾ ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്നത്? കാനഡയുടെ സഹായത്തോടെയാണ് ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? പെരിയാറ്റിലാണ്. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ മേഖലയിലെ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ പത്തനംതിട്ട. മണിയാർ പത്തനംതിട്ട. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? മണിയാർ ആണ്. മണിയാർ ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട ജില്ലയിലാണ്. ഇത് പലതവണ PSC ചോദിച്ചിട്ടുണ്ട്. മണിയാർ പദ്ധതി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പത്തനംതിട്ട ജില്ലയിലാണ് മണിയാർ. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതിയാണ് കുത്തുങ്കൽ, ഇടുക്കി ജില്ല. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കുത്തുങ്കൽ. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? മണിയാർ. ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിൻ്റെ സ്ഥാപിത ശേഷി എത്രയാണ്? 780 മെഗാവാട്ട്. PSC മുൻപ് ചോദിച്ചിട്ടുണ്ട്. ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിൻ്റെ ശേഷി എത്രയാണ്? 780 മെഗാവാട്ട്. 780 മെഗാവാട്ടാണ് ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതിയുടെ സ്ഥാപക ശേഷി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? മൗലാന അബുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണെന്നാണ് പറഞ്ഞത്? മൗലാന അബുൽ കലാം ആസാദാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. ആരാണ്? മൗലാന അബുൽ കലാം ആസാദ്. മൗലാന അബുൽ കലാം ആസാദ്. ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ്? നവംബർ 11. നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനം. ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് മൗലാന അബുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ്. PSC മുൻപ് ചോദിച്ചിട്ടുണ്ട്. ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? മൗലാന അബുൽ കലാം ആസാദിൻ്റെ ജന്മദിനം. ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്ന ആരുടെ ജന്മദിനമാണ്? ഡോക്ടർ S രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ് ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത്. ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്ന ആരുടെ ജന്മദിനമാണ്? ഡോക്ടർ S രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ് ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത്. ദേശീയ അധ്യാപക ദിനം എന്നാണ്? സെപ്റ്റംബർ 5. സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനം. അൽ ഹിലാൽ എന്ന പത്രത്തിൻ്റെ സ്ഥാപകനാരാണ്? മൗലാന അബുൽ കലാം ആസാദാണ് അൽ ഹിലാൽ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ. അൽ ഹിലാൽ എന്ന പത്രം സ്ഥാപിച്ചതാരാണ്? മൗലാന അബുൽ കലാം ആസാദ്. ഏത് ഭാഷയിലായിരുന്നു? ഉറുദു ഭാഷയിലാണ് അൽ ഹിലാൽ എന്ന പത്രം സ്ഥാപിച്ചത്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? മൗലാന അബുൽ കലാം ആസാദ്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരാണ്? മൗലാന അബുൽ കലാം ആസാദ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റാണ് മൗലാന അബുൽ കലാം ആസാദ്. 1888 മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? മൗലാന അബുൽ കലാം ആസാദ്. അപ്പോൾ 1888 മക്കയിലാണ് ഇദ്ദേഹം ജനിച്ചത്. ആരാണ്? മൗലാന അബുൽ കലാം ആസാദ്. മൗലാന അബുൽ കലാം ആസാദിൻ്റെ ആത്മകഥ ഏതാണ്?
ഇന്ത്യ വിൻസ് ഫ്രീഡം, ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നുള്ളതാണ് മൗലാന അബുൽ കലാം ആസാദിൻ്റെ ആത്മകഥ. അപ്പോൾ മൗലാന അബുൽ കലാം ആസാദിൻ്റെ ആത്മകഥ ഏതാണ്? ഇന്ത്യ വിൻസ് ഫ്രീഡം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? മൗലാന അബുൽ കലാം ആസാദ്. 1888 മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? മൗലാന അബുൽ കലാം ആസാദ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരാണ്? മൗലാന അബുൽ കലാം ആസാദ്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, PSC സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങളും അവയെ സംബന്ധിച്ചുള്ള വിവരം എന്നുള്ള വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കണേ. അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണും വരേക്കും ഗുഡ് ബൈ.